നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാഹുലേട്ടനില്ലാതെ ഞാൻ ജീവിക്കില്ല. വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ നിനക്കൊപ്പം ഉണ്ടാവും. രാഹുലേട്ടനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. എടുത്തു ചാടി അവിവേകം ഒന്നും കാണിക്കരുത്. ഇല്ല ചേച്ചി, എന്റെ രാഹുലേട്ടനെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ഉണ്ടാവില്ല. രാജി, നീ എന്നെ വിശ്വസിക്കേ. നിനക്ക് രാഹുലേട്ടനെ കിട്ടും. അതിന് എന്ത് മാർഗവും നമ്മൾ സ്വീകരിക്കും. കരഞ്ഞാലും തളർന്നാലും ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നീ കണ്ണുകൾ തുടക്കേ. ചേച്ചിയെ ഞാൻ വിശ്വസിക്കാം. അതുകൊണ്ട് ഞാനിപ്പോ പോവാ. പക്ഷെ ഇനിയും ഞാൻ തിരിച്ചു വരും. രാഹുലേട്ടൻ എന്റെ മാത്രം. ഞാൻ പോവാ ചേച്ചി. നിശ്ചയത്തിന്റെ അന്ന് ആ പെണ്ണു വന്ന് വല്ല കുഴപ്പമുണ്ടാക്കോ? എനിക്ക് നല്ല ടെൻഷനുണ്ട്. നീ പേടിക്കണ്ട, അവളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതല്ലമ്മേ, ഇവള് പറയുന്നതിൽ കാര്യമൊന്നും ഇല്ലെങ്കിലും ആളുകൾ ഇത് കേട്ടാൽ പ്രശ്നമല്ലേ? അവൾക്കാണെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ നന്നായിട്ട് നുണ പറയാനും അറിയാം. ഈ നിശ്ചയം തീരുമാനിച്ചത് ദേവയാനിയാ. അതെങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. അഷ്ടിക്ക് വകയില്ലാത്ത ഇവളെ പോലൊരു ദരിദ്രവാസി പെണ്ണ് കൈലാസത്തിൽ ദേവയാനിയുടെ മരുമകളാകാൻ ഒരുങ്ങി ചമഞ്ഞു വന്ന അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. ഒരുപാട് കളികൾ കളിച്ചു തന്നെയാ ഞാൻ ഈ നിലയിലെത്തിയത്. എല്ലാം പടിവാതിക്കലെത്തി ഈ സമയത്ത് അതിന് തടസ്സമായി വരുന്നതൊന്നും വെച്ച് പൊറപ്പിക്കില്ല ഞാൻ. അമ്മയുടെ ഈ വാക്ക് മാത്രം മതി എനിക്ക്. നീ ധൈര്യമായിരുന്നോ? നമ്മൾ തീരുമാനിച്ചതുപോലെ എന്റെ ഫ്രണ്ടിന്റെ മകൾ ഹേമ തന്നെ നിന്റെ ഭാര്യയാവും. ഇപ്പോഴാ മനസ്സിനൊരു ആശ്വാസമായത്. ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം. എന്താമ്മേ? സത്യത്തിൽ ആ പെണ്ണും നീയും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ലമ്മേ. ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ. വേണ്ട രാഹുൽ, കള്ളം പറയണ്ട. നീയുമായിട്ട് ഒരു ബന്ധവുമില്ലെങ്കിൽ അവൾ ഈ വീട് തിരക്കി പിടിച്ച് ഇവിടെ വരില്ല. നിനക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ദിവസം അവള് കരയുന്നത് ഞാൻ കണ്ടതാ. അത് പിന്നെ അമ്മേ, ഞങ്ങൾ തമ്മില് അടുപ്പത്തിലായിരുന്നു എന്നുള്ളത് സത്യമാ. പക്ഷെ അവളെ കെട്ടി കൂടെ താമസിപ്പിക്കാനൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അത് മതി. ആൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ ചെറിയ ചുറ്റിക്കളികളൊക്കെ ഉണ്ടാവും, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ അതിന്റെ സ്ഥാനം വീടിന്റെ ഗേറ്റിന് പുറത്താ. ആ ബോധം ഉണ്ടായാൽ മതി. അതത്രേ ഉള്ളൂ അമ്മേ. വെറുതെ ഒരു നേരം പോക്കുന്നല്ലാതെ എനിക്ക് അവളൊരു മാറ്ററേ അല്ല. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്ത് വില കൊടുത്തും ഈ വിവാഹം നടത്തും. അതുമാത്രമാകണം ഇനി നിന്റെയും ചിന്ത. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, അമ്മയ്ക്കൊപ്പം ഞാനുണ്ടാവും. ശരി, ഇനി നീ ടെൻഷനാവണ്ട. നിശ്ചയവും വിവാഹവും ഉടനെ നമ്മൾ നടത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.